വളരെ നന്നായിട്ട് അറിയാം. അതെ, ജൂതനെ തൊട്ടുകൾ ഇവർക്ക് എന്താണ് പ്രശ്നം? ഇവരെല്ലായിടത്തും പ്രശ്നക്കാരാണ്. എവിടെയാണ് ഇവർക്ക് പ്രശ്നമില്ലാത്തത്? ഓരോ സ്ഥലങ്ങളിലും ഓരോ രൂപത്തിലാണ് ഇവരുടെ പ്രശ്നങ്ങൾ. രണ്ടാം ലോക മഹായുദ്ധത്തില് ബ്രിട്ടനെ സഖ്യകക്ഷികളോടൊപ്പം വിജയത്തിലേക്ക് നയിച്ചത് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു. ലണ്ടനിലെ പാർലമെന്റ് ചതുരത്തില് ചർച്ചിലിന്റെ പ്രതിമ സ്ഥാപിച്ചാണ് ബ്രിട്ടീഷുകാർ മരണശേഷം അദ്ദേഹത്തെ ആദരിച്ചത്. ചിലരങ്ങനെയാണ്, ജീവിച്ചിരിക്കുമ്പോൾ കിട്ടാത്ത സകല ആനുകൂല്യങ്ങളും അംഗീകാരങ്ങളും മരിച്ചു കഴിഞ്ഞാൽ കിട്ടും. ചിലർ മരിച്ചു കഴിഞ്ഞ് മാത്രം പോപ്പുലർ ആകുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ. പക്ഷെ അമേരിക്കയിലെ മിനിയപ്പലീസില് പോലീസിന്റെ അതിക്രമത്തിൽ ജോർജ് ഫ്ലോയിഡ് എന്ന കറുത്ത വർഗക്കാരൻ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ബ്രിട്ടനിലും അലയടിക്കുന്ന പ്രതിഷേധ കൊടുങ്കാറ്റിൽ ചർച്ചിലിന്റെ പ്രതിമ സംരക്ഷിക്കാൻ പാടുപെടുകയാണ് ബോറിസ് ജോൺസൺ സർക്കാർ. അന്ന് അങ്ങനെ ഒരുപാട് ചരിത്രമുണ്ട് അതിനെ സംബന്ധിച്ചിട്ട്. അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ അദ്ദേഹം ആരാണ് എന്ന് അറിയണമല്ലോ, എന്നാലല്ലേ അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞത് കൊണ്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കുറിച്ചിട്ട് ജസ്റ്റ് നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അത്രമാത്രം അറിവും അവഗാഹവുമുള്ള ഒരു മനുഷ്യന് മാത്രമേ അതൊക്കെ പറയാൻ സാധിക്കൂ. അറിവുണ്ടാവണം, അവഗാഹമുണ്ടാകണം, അത് പറയാനുള്ള ആത്മധൈര്യവും ഉണ്ടാകണം. മനസ്സിലായി? ഇരുപതാം നൂറ്റാണ്ടിലെ വിപണിയിലെ ഏറ്റവും അധികം വിറ്റഴിഞ്ഞിരുന്ന പുസ്തകങ്ങളുടെ രചയിതാവാണ് അമേരിക്കക്കാരനും സാഹിത്യകാരനുമായ വിൻസ്റ്റൺ ചർച്ചിൽ. അദ്ദേഹത്തിന്റെ ജീവിതകാലം 1871 നവംബർ 10 മുതൽ 1947 മാർച്ച് 12 വരെ ആയിരുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹം തന്റെ അതേ പേരിലുള്ള ബ്രിട്ടീഷ് രാഷ്ട്രതന്ത്രജ്ഞനായിട്ടുള്ള വിൻസ്റ്റൺ എസ് ചർച്ചിലിന്റെ നിഴലിൽ പെട്ടുപോയിരിക്കുന്നു. അവർ തമ്മിൽ വളരെയധികം സമാനതകൾ ഉണ്ടായിരുന്നെങ്കിലും മറ്റ് ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നത് സത്യമാണ്. ഒരു സമൂഹത്തെയും ഒരു രാഷ്ട്രത്തെയും ലോകത്തെ തന്നെയും താൻ തെളിക്കുന്ന വഴിയിലൂടെ നടത്തുക എന്നത് കുശാഗ്രബുദ്ധിയായ ഒരു രാഷ്ട്രതന്ത്രജ്ഞനു മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ്. ലോകം കണ്ട വ്യക്തിപ്രഭാവമാർന്ന രാഷ്ട്രതന്ത്രജ്ഞരിൽ പ്രമുഖനാണ് വിൻസ്റ്റൺ ചർച്ചിൽ. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെയും വീക്ഷണത്തെയും നയങ്ങളെയും ചാണക്യതുല്യമായിട്ടുള്ള തന്ത്രങ്ങളെയും അവധാനതയോടെയും എന്നാൽ സൂക്ഷ്മമായും അവലോകനം ചെയ്താലേ നമുക്ക് കാര്യങ്ങൾ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത്, അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഫാത്തിമയ്ക്ക് എന്താ വേണ്ടത്? ഫാത്തിമ, ഓ, എന്റെ മതം അറിയാൻ വേണ്ടിട്ട് വന്നിരിക്കുവാണോ? നന്നായി പോയല്ലോ. എനിക്ക് മതമില്ല വച്ചേ, ഒന്ന് പോവച്ചേ ഇറങ്ങി. നീയൊക്കെ എന്തിനു വന്ന് കേട്ടോ? അപ്പോ അദ്ദേഹമാണ് പറയുന്നത്, ഒരു പട്ടിയിലുള്ള പേവിഷബാധയേക്കാൾ മാരകമാണ് ഒരു മനുഷ്യനിൽ ഇസ്ലാം എന്ന മതം കടന്നുകൂടിയാൽ. ഒരുപാട് അവഗാഹം നേടിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് പറയാൻ സാധിക്കുന്നത്. കാരണം ഈ മതം അത്രമാത്രം മാരകമായതാണ്, വിഷമാണ്. ഇതൊരു മനുഷ്യന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നീട് ആ മനുഷ്യന് നന്മകളൊന്നും ചിന്തിക്കാൻ സാധിക്കില്ല. എതിരാളിയെ ഇല്ലാതാക്കണം. മനസ്സിലായോ? എന്നെ തെറി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. തെളിവുകളാണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത്. ഇപ്പോ
മുഹമ്മദ് നബിയെ വിമർശിക്കുന്നു, ഇസ്ലാമിനെ വിമർശിക്കുന്നു, ഖുർആനിനെ വിമർശിക്കുന്നു, പടച്ചോൻ കഞ്ചാവാണ് എന്ന് പറഞ്ഞ് ഇതൊക്കെയാണ് എൻ്റെ പേരിലുള്ള ആക്ഷേപം. ആ വ്യക്തിത്വത്തെ കുറിച്ചിട്ട്, അതായത് പ്രവാചകൻ എന്ന ആ വ്യക്തിത്വത്തെ കുറിച്ചിട്ട് തെളിവുകളടക്കമല്ലേ നമ്മൾ ഏത് കാര്യവും സംസാരിക്കുന്നതും പറയുന്നതുമെല്ലാം. 5 വയസ്സും 10 മാസവും പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഖുർആനിൽ ആയത്തിറങ്ങിയിട്ടുണ്ട് എന്നും അള്ളാഹു നിന്നെ ഞാൻ കെട്ടണം എന്ന് ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞു വിശ്വസിപ്പിച്ച് അതിനെ കെട്ടി 9 വയസ്സുള്ള സമയത്ത് അതുമായിട്ട് ലൈംഗിക ബന്ധം ആരംഭിച്ചു എന്ന് പറയുമ്പോൾ എന്തുമാത്രം മോശമാണത്. ആ പ്രവാചകനില് ലോക ജനങ്ങൾക്ക് മുഴുവനും മാതൃകാ പുരുഷോത്തമനായ ഒരു പ്രവാചകന് പറ്റിയ പണിയാണോ അത്? ഞാൻ പറഞ്ഞതാണോ? ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 5134 ഹദീസാണത്. ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഇതൊക്കെയുണ്ട്. മുട്ടിലിഴയുന്ന പിഞ്ചു പൈതലിനെ കണ്ടപ്പോൾ ഇവള് കുറച്ചുകൂടി വളരെ നല്ല, അതായത് 5 വയസ്സും 10 മാസവുമായി കഴിഞ്ഞാൽ അന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇവളെ ഞാൻ കിട്ടും എന്ന് പറഞ്ഞ മഹാനവർകൾ. അത് ഞാൻ പറഞ്ഞതല്ല. അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന, മുസ്നദ് അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന 25636 ഹദീസാണ്. ഫാത്തിമ എന്ന് പറഞ്ഞോട്ടേക്ക് റെനി. പിന്നെ മരുമകളുടെ തുണി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിയപ്പോൾ അള്ളാഹു ആയത്തിറക്കണം, അവളെ അങ്ങ് കെട്ടിക്കോന്ന്. അവരുടെ ഭർത്താവിനെ കൊണ്ട് മൊഴി ചൊല്ലിപ്പിച്ച് സ്വന്തമാക്കിയ കുലീനനായ സൽസ്വഭാവിയായ മാതൃകാ പുരുഷോത്തമനായ ആ നബിയെ ഒരാളും ഒന്നും പറയാൻ പാടില്ല. ആ ഷിബിലിനെ പറഞ്ഞു വിട്ടേക്ക്. എന്തിനാണ് ഇതിനെയൊക്കെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്? റെനി, DNA പറഞ്ഞു വിട്ടേക്ക് അതിനെയൊക്കെ. തൊബിരി റിപ്പോർട്ട് ചെയ്യുന്ന 8-ാം വോള്യത്തിൽ 4-ൽ അത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ വളർത്തുമകന്റെ ഭാര്യയെ പിടിച്ചെടുത്ത കാര്യം. അതിന് കാശ് കിട്ടിയാൽ അവരെന്തും ചെയ്യുമെന്ന് നമുക്കറിയില്ലേ. പൈസ കിട്ടിയാൽ അവരെന്തും ചെയ്യും നമുക്കറിയാം. അപ്പോ ഇമാം അത്തൊബിരിയുടെ 8-ൽ 4 കൃത്യമായ രൂപത്തിൽ അതെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്തിനാ പുള്ള ഇത് ഉള്ളുന്നേ? മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന 1428 ഹദീസിലും ഇത് തന്നെ വിശദീകരിച്ച് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോ അയ്യോ നിങ്ങൾ എന്താ പറയുന്നേ, ഞങ്ങളുടെ ഇസ്ലാം ഇങ്ങനെയല്ല, ശരി ഭർത്താവിനെയും കുടുംബത്തെയും മൊത്തവും കൊലപ്പെടുത്തി വിധവയാക്കപ്പെട്ട പെണ്ണിനെ അന്ന് തന്നെ ഹണിമൂൺ ആഘോഷിക്കുന്നതിന് വേണ്ടി ടെന്റ് കെട്ടിപ്പോയ ആ മാനവരിൽ മനോഹരന്റെ ആദ്യ രാത്രിയെ കുറിച്ച് നമ്മളെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇമാം അത്തൊബിരി 8-ാമത്തെ വോള്യം പേജ് നമ്പർ 123 എടുത്തങ്ങോട്ട് വായിക്കും ഞാൻ. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചെയ്യിപ്പിക്കുവാണെന്ന്. ഇസ്ലാം എന്താണ് എന്ന് എല്ലാവരും അറിയണം. മിനിമം ഈ കാലഘട്ടത്തിൽ ജീവിക്കും.